2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ ലോകമാധ്യമങ്ങൾക്കും രാഷ്ട്രീയ ലോകത്തിനും ആവേശകരമായ നിമിഷമായിരുന്നു അത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് ആ വാർത്ത വലിയ വേദനയാണ് കൊടുത്തത്. ട്രംപിന് ഒരിക്കലും സമ്മതിക്കാൻ കഴിയാത്ത തോൽവി. കാരണം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു ട്രംപ്. സ്വയം തന്നെ സമാധാന ദൂതൻ എന്ന് വിളിക്കുന്ന ട്രംപ് ലോകരാഷ്ട്രത്തിൽ താൻ തീർത്തുവെച്ചതായുള്ള നേട്ടങ്ങളും വാവിട്ടു പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചകളിൽ അതിന് പ്രചരണം നടത്തുകയായിരുന്നു. പക്ഷേ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയാണ് 2025 സമാധാന നോബൽ ജേതാവ്. നിക്കോളാസ് മദൂറോയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ധൈര്യത്തോടെ നിലകൊണ്ട് പോരാടുന്ന വനിത. ജനാധിപത്യത്തിന്റെ ശബ്ദം മൗനത്തിലകപ്പെട്ട ഒരു രാഷ്ട്രത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ജീവൻ പണയപ്പെടുത്തി പോരാടുന്ന മച്ചാഡോയെ ലോകം ആദരിച്ചു. പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ മരിയ പറഞ്ഞത്, ഈ പുരസ്കാരം വെനസ്വേലയിലെ നിക്കോളാസ് മദൂറോയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ട്രംപിന് സമർപ്പിക്കുന്നു എന്നായിരുന്നു. മരിയയുടെ വാക്കുകൾ കേട്ടപ്പോൾ ട്രംപിന് ഇത്തിരി ആശ്വാസമൊക്കെ തോന്നിയിട്ടുണ്ടാകും. നൊബേൽ കിട്ടിയില്ലെന്ന് അറിഞ്ഞ് നിരാശനായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസത്തിന്റെ കുളിർമഴ പോലെയാണ് പുരസ്കാര ജേതാവിന്റെ ഈ വാക്കുകൾ. പക്ഷേ ആ സങ്കടം മാറില്ലല്ലോ, കാരണം ആ സമ്മാനം കിട്ടിയില്ല. സമാധാന നോബൽ ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ട്രംപ് അത് നിഷേധിക്കപ്പെട്ടപ്പോൾ അതീവ അസ്വസ്ഥനായി. വൈറ്റ് ഹൗസിൽ പോലും അതിനെ രാഷ്ട്രീയമായി എടുത്തു. പ്രസിഡന്റിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ചിയുങ് പറഞ്ഞത്, നൊബേൽ കമ്മിറ്റി സമാധാനത്തേക്കാൾ രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുത്തു എന്നായിരുന്നു. എന്നാൽ ലോകമാധ്യമങ്ങൾ അതിനെ പരിഹസിച്ചു. കാരണം യുദ്ധഭീഷണിയും മതവിഭജനവും ഉയർത്തിയ പ്രസംഗങ്ങൾ കൊണ്ടാണ് ട്രംപ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സമാധാനം എന്നൊരു വാക്കുപോലും ട്രംപിന്റെ പ്രവർത്തനങ്ങളിൽ ഇല്ല എന്ന് ലോകം മുഴുവൻ കണ്ടതുമാണ്. വെനസ്വേലയുടെ ഉരുക്കു വനിത എന്നാണ് ജനാധിപത്യ അവകാശ പോരാളിയായ മച്ചാഡോ അറിയപ്പെടുന്നത്. 2025 ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന 100 പ്രമുഖരുടെ ടൈം മാഗസിൻ പട്ടികയിൽ മരിയ കൊറീന മച്ചാഡോയുടെ പേരും ഉണ്ടായിരുന്നു. ജനാധിപത്യ അവകാശങ്ങൾക്കായി പോരാടുന്ന പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് മച്ചാഡോയ്ക്ക് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം സമ്മാനിക്കുന്നത്. വഞ്ചനയും ഏകാധിപത്യവും നിറഞ്ഞ ഭരണത്തിൽ ജനാധിപത്യത്തിന്റെ ജ്വാല കെടാതെ സംരക്ഷിക്കുന്നതിനുള്ള മച്ചാഡോയുടെ നിസ്തുലമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം. വെനസ്വേലയിലെ മദൂറോ സർക്കാരിന്റെ അടിച്ചമർത്തൽ നയങ്ങളുടെ പരിണിത ഫലമായി നിലവിൽ ഒളിവിലാണ് മച്ചാഡോ. പുരസ്കാരം കിട്ടാത്തതിൽ ട്രംപിന് ഈർഷ്യ ഉണ്ടാകാമെങ്കിലും മച്ചാഡോയെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തതിനെ അതിരൂക്ഷമായി വിമർശിക്കാൻ ട്രംപിന് കഴിയില്ല. കാരണം വെനസ്വേലയിലെ മയക്കുമരുന്ന് ഓപ്പറേഷനുകളുടെ പേരിൽ മദൂറോ സർക്കാരിനെതിരെ വാളെടുത്ത ട്രംപ് എല്ലാ നയതന്ത്ര ഇടപാടുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. വെനസ്വേലയിലെ ഭരണമാറ്റത്തിനാണ് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതെന്ന് മുൻപ് തന്നെ വാർത്തകൾ വന്നിരുന്നു. മദൂറോയെ പിടികൂടുന്നവർക്കുള്ള പാരിതോഷികം 50 ദശലക്ഷം $US ഉയർത്തിയതിനെ തുടർന്ന് മച്ചാഡോ ട്രംപിന് നന്ദി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ രാജ്യത്ത് അനധികൃതമായി അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് ക്രിമിനൽ ഭീകര ഭരണകൂടത്തെ തൂത്തെറിയുന്നതിനുള്ള ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെയും തീരുമാനത്തിന് ഞങ്ങൾ വെനസ്വേലക്കാർ നന്ദി പറയുന്നു എന്നാണ് മച്ചാഡോ ട്വീറ്റ് ചെയ്തത്. ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പിന്തുണ വെനസ്വേലയിലെ ഭരണമാറ്റത്തിന് അമേരിക്ക ശ്രമിക്കുന്നു എന്ന ഊഹാപോഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നിട്ടുണ്ട്. ട്രംപിന് സമാധാന നോബൽ നിഷേധിച്ചത് എന്തുകൊണ്ടാണെന്നതാണ് പലരുടെയും സംശയം. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിച്ചതിനെക്കുറിച്ചും ഡൊണാൾഡ് ട്രംപിന് ഇത് നിഷേധിച്ചതിനെക്കുറിച്ചും നൊബേൽ കമ്മിറ്റി ചെയർമാൻ ജോർഗൻ വാറ്റ്നെ ഫ്രൈഡ്നസ് വിശദീകരണം നൽകിയിട്ടുണ്ട്. ട്രംപ് ഏറ്റവും യോഗ്യതയുള്ള വ്യക്തിയായിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും സൂചിപ്പിച്ചത്. ട്രംപിന്റെ പ്രചരണങ്ങളെയും സമ്മാനം ലഭിക്കുമെന്ന ഊഹാപോഹങ്ങളെയും കുറിച്ച് റിപ്പോർട്ടർമാർ ചോദിച്ചപ്പോൾ ഫ്രൈഡ്നസ് നയതന്ത്രപരമായാണ് മറുപടി നൽകിയത്. എന്തുകൊണ്ട് കമ്മിറ്റി വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തു എന്ന് വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. സമാധാന നോബൽ ചരിത്രത്തിൽ ഈ കമ്മിറ്റി എല്ലാത്തരം പ്രചരണങ്ങളും കണ്ടിട്ടുണ്ട്. ഓരോ വർഷവും ആയിരക്കണക്കിന് കത്തുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു. അതിൽ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കുന്നു. ആൽഫ്രഡ് നൊബേലിന്റെ
വിൽപത്രത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും ആസ്പദമാക്കിയാണ് പുരസ്കാര ജേതാവിനെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഓരോ വർഷവും ആയിരക്കണക്കിന് പേർ തന്നെ സമാധാന പുരസ്കാരത്തിന് അർഹരാണെന്ന് കരുതുന്നു. പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ധൈര്യത്തിന്റെയും സമഗ്രതയുടെയും പ്രതീകങ്ങളായിട്ടുള്ളവരെയാണ്. മച്ചാഡോയുടെ പ്രവർത്തനം അതിന്റെ ഉദാഹരണം തന്നെയാണെന്ന് ഫ്രൈനസ് കൂട്ടിച്ചേർത്തു. അത് കേട്ടപ്പോഴേക്കും മാധ്യമങ്ങൾക്കിടയിൽ കയ്യടിയായിരുന്നു. അത് ട്രംപിനുള്ള എതിർപ്പും. എന്നാൽ എടുത്തു പറയേണ്ട വെനസ്വേലയിലെ സാധാരണ ജനങ്ങൾ ഈ പ്രഖ്യാപനത്തെ ആഘോഷമായി വരവേറ്റതിനെ കുറിച്ചാണ്. പാവപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരുമായ ജനങ്ങൾക്കായി ശബ്ദമുയർത്തിയ മച്ചാഡോയ്ക്ക് ലോകം കൈയടിച്ചു. അവരെ വെനസ്വേലയുടെ ഉരുക്കു വനിത എന്ന് വിളിക്കുന്നതിൽ അതിശയമൊന്നുമില്ല. അവൾ ഒളിവിലായിട്ടും ജനാധിപത്യത്തിന്റെ വിളക്ക് കെടുത്താതെ സൂക്ഷിക്കുകയാണ്. നൊബേൽ നിഷേധിച്ച സംഭവത്തിന് പിന്നാലെ ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പഴയ വിവാദങ്ങൾ വീണ്ടും ചർച്ചയായിട്ടുണ്ട്. ഇറാൻ, കൊറിയ, റഷ്യ, യുക്രൈൻ തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ ശാന്തതയേക്കാൾ ഭീഷണിയായിരുന്നു ട്രംപിന്റെ നയങ്ങൾ. ലോകം മുഴുവൻ സംഘർഷത്തിലേക്ക് നീങ്ങിയപ്പോൾ ട്രംപ് പലപ്പോഴും അതിലേക്ക് ഇന്ധനം ഒഴിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് സമാധാന നോബൽ ട്രംപിന് ലഭിക്കുമെന്ന് കരുതിയത് തന്നെ വിചിത്രമെന്ന് ലോകമാധ്യമങ്ങൾ പോലും അഭിപ്രായപ്പെട്ടത്. ട്രംപിന്റെ അടുക്കളയിലായിരുന്നു ഏറ്റവും വലിയ നിരാശ. അതായത് വൈറ്റ് ഹൗസിനുള്ളിൽ പൊട്ടിത്തെറിയായിരുന്നു. ചില ഉദ്യോഗസ്ഥർ വരെ ഈ പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ട്രംപിന്റെ അനുയായികൾ കൈയടിച്ചു തുടങ്ങി. നോബൽ കമ്മിറ്റിയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും കളിപ്പാട്ടമാണ് എന്നായിരുന്നു അവരിൽ പലരുടെയും ആരോപണം. അതേസമയം ആഗോള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയത് മച്ചാഡോയുടെ സമാധാന പോരാട്ടം വാചകമല്ല, ജീവിതം തന്നെ ആണെന്നാണ്. അതായത് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ട്രംപും മച്ചാഡോയും രണ്ട് മുഖങ്ങളും രണ്ട് ലോകങ്ങളുമാണ്. ഒരാൾ അധികാരത്തിനായി സമാധാനം പോലും രാഷ്ട്രീയ ഉപാധിയാക്കിയ രാഷ്ട്രീയക്കാരൻ, മറ്റൊരാൾ ജനാധിപത്യത്തിനായി ജീവൻ പണയപ്പെടുത്തി പോരാടുന്ന ഒരു സ്ത്രീ. ഇരുവരെയും നൊബേൽ കമ്മിറ്റിക്ക് മുന്നിൽ വെച്ച് കാണുമ്പോൾ തിരഞ്ഞെടുപ്പ് വളരെ എളുപ്പമായിരുന്നുവെന്ന് വേണം കരുതാൻ. ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതം എത്രമാത്രം വിവാദങ്ങൾ നിറഞ്ഞതാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. സ്വയം സമാധാന ദൂതൻ എന്ന് വിളിക്കുമ്പോഴും ലോകം ട്രംപിനെ ഓർക്കുന്നത് വാഗ്ദാനങ്ങൾ പൊളിച്ച രാഷ്ട്രീയ നായകൻ എന്ന നിലയിലാണ്. മരിയയെ പോലുള്ളവർ ലോകത്തിന് സമാധാനം, ധൈര്യം, ജനാധിപത്യം എന്നിവയുടെ പാഠം പഠിപ്പിക്കുമ്പോൾ ട്രംപ് പഠിപ്പിച്ചത് സ്വാർത്ഥതയും പ്രസിദ്ധി പ്രതീക്ഷയും മാത്രമാണ്. ട്രംപിന് നൊബേൽ കിട്ടിയില്ലെങ്കിലും ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു സമാധാനം നേടാൻ ബലം മാത്രം പോരാ, ധൈര്യവും ഹൃദയവും വേണമെന്ന്. അതാണ് മരിയ കൊറീന മച്ചാഡോ ലോകത്തിന് പഠിപ്പിച്ച ഏറ്റവും വലിയ സന്ദേശം.